ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് വീണ്ടും ഒരു രസ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നമ്മൾ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി സിമ്പിളാണ് ഇത്. കുറച്ച് ചേരുവകളും ഒക്കെ മതിയാവും. അപ്പോൾ ഞാൻ ഈ രസം ഉണ്ടാക്കാനായിട്ട് 3 തക്കാളിക്ക അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വെളുത്തുള്ളി ചതച്ചെടുക്കണം. ഇനി നമുക്ക് ഇതിനെ കടുക് വറുക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കടുക് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് ഒരു വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഈ വറ്റൽമുളക് ഇട്ടതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഒന്ന് വഴറ്റി ഒരു ചെറിയൊരു ബ്രൗൺ കളറാവണം, ഒരു നല്ലൊരു മണമൊക്കെ ആയിട്ട് ആവുമ്പോഴത്തേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കാം. തക്കാളിക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരണം. തക്കാളിക്ക് വേവും വരത്തേക്ക് നമുക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 സ്പൂണോളം മുളക് പൊടി, 3/4 അല്ലെങ്കിൽ 1/2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് പുളിവെള്ളം, ഇപ്പോൾ തക്കാളിക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് കൊണ്ട് കൂടുതലുള്ളത് പുളി ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഉള്ള പുളി അത്രത്തോളം വേണ്ട, അതിൻ്റെ പകുതി മതിയാകും. അപ്പോൾ അതിന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് തിളയ്ക്കുമ്പോഴത്തേക്ക് മല്ലിയില ഉണ്ടെങ്കിൽ അത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ തന്നെ തിളച്ച് വരുമ്പോഴത്തേക്ക് കായപ്പൊടി, അത് നമുക്ക് മസ്റ്റല്ല. കാരണം വെച്ചാൽ വെളുത്തുള്ളി നമ്മൾ തോനെ ചേർത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് കായപ്പൊടി ചേർത്തില്ലേലും പ്രശ്നമില്ല. എങ്കിൽ നമുക്കൊരു പിഞ്ചളവിന് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഒന്ന് വറ്റിച്ച് എടുത്താൽ മതി. സിമ്പിളായിട്ടുള്ളൊരു